ലഹരി എന്ന വിപത്ത് നമ്മുടെ കുടുംബങ്ങളിലടക്കം എത്രത്തോളം പ്രത്യാഘാതമുണ്ടാക്കുമെന്ന് നേർസാക്ഷ്യപ്പെടുത്തിയ ഒരു കൊലപാതകത്തിന്റെ വാർത്തയിലേക്കാണ്. ആലപ്പുഴ കായംകുളത്ത് അഭിഭാഷകനായ മകൻ അച്ഛനെ വെട്ടിക്കൊന്നു. പീഡികച്ചിറയിൽ നടരാജനാണ് കൊല്ലപ്പെട്ടത്. ആക്രമണത്തിൽ പരിക്കേറ്റ മാതാവ് സിന്ധു ഗുരുതരാവസ്ഥയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. പ്രതി അഡ്വക്കേറ്റ് നവജിത് നടരാജനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ക്രൂര കൊലപാതകം. സ്വന്തം ഭാര്യയെ പ്രസവത്തിന് കൊണ്ടുപോകാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു. മാവേലിക്കര കോടതിയിൽ അഭിഭാഷകനാണ് നവജിത്ത്. ഇന്നലെ രാത്രി 8:30യോടുകൂടി ഈ വീട്ടിലേക്ക് എത്തുന്നു. മകന്റെ ലഹരി ഉപയോഗം ചോദ്യം ചെയ്ത അമ്മയെയാണ് കയ്യിൽ കരുതിയിരുന്ന വെട്ടുകത്തി ഉപയോഗിച്ച് ആദ്യം വെട്ടിയത്. തടയാനെത്തിയ അച്ഛനെയും മാരകമായി വെട്ടിപ്പരിക്കേൽപ്പിച്ചു. തലയിലും കഴുത്തിലും നെഞ്ചിലുമടക്കം 10ഓളം വെട്ടാണ് നടരാജനേറ്റത്. സിന്ധുവിന്റെ കൈകളിലും പുറത്തും വയറ്റിലും വെട്ടി. നടരാജൻ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. ബഹളം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ കണ്ടത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നടരാജനെയും സിന്ധുവിനെയും. കയ്യിൽ വെട്ടുകത്തിയുമായി മൃതദേഹത്തിനരികിലിരിക്കുന്ന നവജിത്ത് ആളുകൾ എത്തിയതോടെ 2ാം നിലയിലേക്ക് കയറി. പ്രദേശവാസികൾ ഓടി വരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ വെട്ടിയിട്ടേക്കുകയാണ്. പോലീസിനെ വിളിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ പോലീസ് എത്തി. വളരെ പെട്ടെന്ന് തന്നെ പോലീസിന്റെ സൈഡിൽ നിന്നുള്ള കാര്യങ്ങളെല്ലാം നീങ്ങി ഓടി പുറത്തേക്ക് കിടക്കുന്ന ഇദ്ദേഹത്തിന് പുറത്തേക്ക് കിടക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ ആരും കണ്ടു നിൽക്കത്തില്ല. അത്രയ്ക്ക് വികൃതമായ രീതിയിലാണ് പുള്ളിക്കാരനെ ചെയ്തിരിക്കുന്നത്. മയക്കുമരുന്നിന്റെ ലഹരിയിൽ അക്രമാസക്തനായിരുന്ന നവജിത്തിനെ പോലീസ് കീഴ്പ്പെടുത്തിയത് ബലപ്രയോഗത്തിലൂടെ. കോയമ്പത്തൂരിൽ അഭിഭാഷകനായിരുന്ന നവജിത്ത് സമീപകാലത്താണ് മാവേലിക്കര കോടതിയിൽ പ്രാക്ടീസ് ചെയ്തു തുടങ്ങിയത്. ഇന്നേ വരെ നാട്ടിൽ ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത ആളായിരുന്നു നവജിത്ത്. നാട്ടിലാകെ നല്ല പേരുള്ള കുടുംബം. പക്ഷേ ഇന്നലെ രാത്രി ഉണ്ടായ സംഭവങ്ങളിൽ നാടാകെ ഞെട്ടിയിരിക്കുകയാണ്. കായംകുളത്ത് നിന്ന് ഷിബിൻ ബഷീറിനൊപ്പം അശ്വിൻ പാലാഴി, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.